ആബ്സ്ട്രാക്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് കൂടി കേരള PSC ഇന്നിപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ടൂറിസം ഡെവലപ്മെന്റിന്റെ നമ്മുടെ സ്റ്റെനോഗ്രാഫർ സ്റ്റേറ്റ് വൈഡ് എന്ന് പറയുന്ന ഒരു തസ്തികയുടേതാണ്. 151/2020 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിനകത്ത് വരുന്നതാണ് ഈ ഒരു കേരള ടൂറിസത്തിന്റെ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന ഈ ഒരു തസ്തിക. അപ്പോൾ ഈ ഒരു തസ്തികയുടെ കട്ട് ഓഫ് ആണ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ 0.67 എന്നൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു മാർക്ക് പോലും ഇല്ല, 0.67 മാത്രമാണ് നമ്മുടെ സ്റ്റെനോഗ്രാഫർ സ്റ്റേറ്റ് വൈഡിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ, ലിസ്റ്റിൽ കുറച്ച് പേര് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ തംബ്നെയിലിൽ ഞാൻ വേറൊരു കാര്യം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, പിൻവാതിൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എന്താണ് സംഭവം എന്നറിയാമോ? ഒരു വാർത്ത കാണാനായിട്ട് ഇടയായി. ആനത്തലവട്ടത്തിന്റെ മകന് സർക്കാർ വക കൈത്താങ്ങെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോരമയ്ക്കകത്തോ മാതൃഭൂമിക്കകത്തോ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് ഈ കാണുന്ന ന്യൂസ്. അപ്പോൾ ഈ ന്യൂസ് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അടിസ്ഥാന ശമ്പളം ഒറ്റയടിക്ക് 28,690 രൂപയുടെ വർധനവ് പുള്ളിക്കാരന്. 1 കോടിയോളം രൂപ കുടിശ്ശികയും ലഭിക്കുമെന്നാണ് പറയുന്നത്. സംഭവം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായിട്ടുള്ള ആനത്തലവട്ടം ആനന്ദിന്റെ മകൻ ജീവാനന്ദിന് പിണറായി സർക്കാരിന്റെ വക കൈത്താങ്. കിൻഫ്രയിലെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന ജീവാനന്ദിന് അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് ഒറ്റയടിക്ക് 28,000 രൂപയാണ് വർധനവായിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ ഈ ഒരു ശമ്പള സ്കെയിലിൽ തിരുത്തിയതിന്റെ ഈ ഒരു തുകയിൽ ഏകദേശം 1 കോടി രൂപയോളം കുടിശ്ശികയും ലഭിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി ലിസ്റ്റുകൾ കൂടി നമുക്ക് നോക്കാം. ഇന്ന് വന്നിട്ടുള്ള ബാക്കി ലിസ്റ്റുകൾ ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയത്തിൻ്റെതായിട്ടുള്ള ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്നതാണ് നിങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള 249 പേരാണ്. കട്ട് ഓഫ് 24.33 ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ലിസ്റ്റ് എന്ന് പറയുന്നത് ലബോറട്ടറി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കോട്ടയത്തിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡിന്റെയാണ് ഈ ഒരു ലിസ്റ്റ്. ലിസ്റ്റിനകത്ത് ആവശ്യത്തിന് ആൾക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലിസ്റ്റിന്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത് 73.93 ആണ്. മാത്രമല്ല അറ്റൻഡർ എന്ന് പറഞ്ഞിട്ട് SC/STയുടെ ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയുടെ വേരിയസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അറ്റൻഡറിന്റെ കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 89.47 അറ്റൻഡറിന്റെ കട്ട് ഓഫ് വരുന്നത്. അതുപോലെ തന്നെ അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് MLA ഹോസ്റ്റൽ തിരുവനന്തപുരം ഒരുപാട് പേര് അന്വേഷിച്ചതാണ്. ലെജിസ്ലേച്ചർ കേരള സെക്രട്ടേറിയറ്റിന്റെ തന്നെ നമ്മുടെ അമ്യൂണിറ്റീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തസ്തികയുണ്ട്. അപ്പോൾ ഇതിന്റെ ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. സാമാന്യം ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയൊരു ലിസ്റ്റ് തന്നെയാണ്. ഈ ഒരു ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 90 മാർക്കാണ് കേട്ടോ. 90 കട്ട് ഓഫ് കയറി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് SC/STയുടെ വന്നിട്ടുണ്ട്. അതിന്റെ എറണാകുളം ജില്ലയുടെ കട്ട് ഓഫാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 71.67 ആണ്. മാത്രമല്ല നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ എൻഡുറൻസ് ടെസ്റ്റിന് ശേഷമുള്ള മെയിൻ ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ ഒരു എൻഡുറൻസിന് ശേഷമുള്ള മെയിൻ ലിസ്റ്റ്. മെയിലിൻ്റെതാണ്, കോഴിക്കോട് ജില്ലയുടേതാണ്. 173 പേര് അടങ്ങുന്ന ലിസ്റ്റിൽ അടങ്ങുന്ന ഒരു ലിസ്റ്റാണ് നിലവിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. ഈ ഒരു മെയിൻ ലിസ്റ്റിനകത്ത് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, 15 പേര് മാത്രമാണുള്ളത് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ LPSTയുടെ മലയാളം മീഡിയത്തിന്റെ NCA ഹിന്ദു നാടാറിന്റെ എറണാകുളം ജില്ലയുടെ മെയിൻ ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. 25 പേര് മാത്രം അടങ്ങുന്ന ഒരു ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 33 മാർക്കാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ പ്രസിഡന്റ് ഓഫീസറിന്റെ റിസൾട്ടിന്റെ കാര്യം ഒന്നും തീരുമാനമായിട്ടില്ല, ഇതുവരെ വന്നിട്ടുമില്ല. അപ്പോൾ അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഈ ലിസ്റ്റുകളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എത്രയും വേഗം ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഞാൻ ഇന്ന് രാവിലെ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. പലരും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ ഒരു 25 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് രൂപാന്തരത്തിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ബാക്കി GKയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ആ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള മോഡൽ എക്സാം മോക്ക് ടെസ്റ്റ് ആണത്. ഇന്ന് രാവിലെ ഇട്ടിട്ടുള്ള ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ബോക്സിനകത്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എത്രയും വേഗം എന്ത് ചെയ്യുക, ഇതിനകത്തുള്ള ആ ഒരു വീഡിയോ കാണാനായിട്ട് മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു പോർഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പോലെയാവും. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.